ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കോസിൽ കോർണർ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഉറുദു റൈറ്ററായിട്ടുള്ള സാദത്ത് ഹസൻ മാൻഡോയുടെ ഓപ്പൺ ഇറ്റ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയുടെ ഒരു എക്സ്പ്ലനേഷനും അനാലിസിസുമാണ് ഇവിടെ നോക്കുന്നത്. ആദ്യം റൈറ്ററെ കുറിച്ച് നോക്കാം. പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു ഉറുദു റൈറ്ററാണ്. ഇദ്ദേഹം ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു. എന്നാൽ 1947 ഇന്ത്യൻ പാർട്ടീഷനു ശേഷം പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ട്രോമ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കേഴ്സ്ഡ് ബൈ ദ പാർട്ടീഷൻ, ലോസ് ഓഫ് ഐഡൻറ്റിറ്റി, വിക്ടിമൈസേഷൻ ഓഫ് വിമൻ, മെൻ്റൽ ഇൽനെസ്, വയലൻസ് ഇതൊക്കെയാണ്. ഈ ഓപ്പൺ ഇറ്റ് എന്ന ഈ ഒരു സ്റ്റോറി ഇദ്ദേഹത്തിൻ്റെ കോൾഡോ എന്ന ഉറുദു സ്റ്റോറിയുടെ ട്രാൻസ്ലേഷനാണ്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1948 സിയ ഹാഷി അല്ലെങ്കിൽ ബ്ലാക്ക് മാർജിൻസ് എന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷനിലാണ്. ഇനി ഒരു സ്റ്റോറിയുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 1947 ഇന്ത്യൻ പാർട്ടീഷനാണ്. ബ്രിട്ടീഷ് ഇന്ത്യനെ 2 ഇൻഡിപെൻഡൻറ്റ് നേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അതിൻ്റെ ഭാഗമായിട്ട് മാസീവ് മൈഗ്രേഷൻ, കുടിയേറ്റാണ് സംഭവിച്ചത്. ഹിന്ദുസും സിഖ്സും ഇന്ത്യയിലും മുസ്ലിംസ് പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. എന്നാൽ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടായിരുന്നില്ല. എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസിലൂടെയും ബ്ലഡ് ഷെഡിലൂടെയും ഇമ്മൻസ് സഫറിങ്സിലൂടെയും ഒക്കെ ആയിരുന്നു ആ ഒരു ടൈം കടന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഇന്ത്യൻ പാർട്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് മാൻഡോ ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോറിയിലേക്ക് വരുന്ന സമയത്ത് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ബ്രൂട്ടൽ റിയാലിറ്റി ഓഫ് പാർട്ടീഷൻ ആൻഡ് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഓൺ ഇൻഡിവിജ്വൽസ് ഈ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പാർട്ടീഷൻ ടൈമിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന സെക്ഷൽ വയലൻസ് എന്നൊരു കാര്യം കൂടെ മാൻഡോ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു സ്റ്റോറിയുടെ ഓവറോൾ സമ്മറി നോക്കുകയാണെങ്കിൽ, ഈ പാർട്ടീഷൻ ടൈമിലെ കോൺഫ്ലിക്റ്റിൽ മിസ്സിംഗ് ആയി പോയിട്ടുള്ള തൻ്റെ മകളെ സെർച്ച് ചെയ്യുന്ന ഒരു ഫാദർ. അവളെ പലയിടത്തും അന്വേഷിക്കുന്നുണ്ടെങ്കിലും എവിടുന്നും അവളെ കണ്ടു കിട്ടുന്നില്ല. എന്നാൽ ഒടുക്കം അവളെ കണ്ടു കിട്ടുന്ന സമയത്തോ അവൾ സെക്ഷലി അബ്യൂസ്ഡ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഓവറോൾ സമ്മറി ആയിട്ട് വരുന്നത്. ഇനി ഒരു സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് അമൃത്സറിൽ നിന്ന് ഒരു സ്പെഷ്യൽ ട്രെയിൻ മുഗൾപുരയിലേക്ക് പോകുന്നത് പറഞ്ഞുകൊണ്ടാണ്. ഈ അമൃത്സർ ഇന്ത്യയിലും മുഗൾപുര പാകിസ്ഥാനിലുമാണ്. സോ ഇന്ത്യയിൽ നിന്ന് ആളുകൾ പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്. ആ ഒരു ട്രെയിൻ കംപ്ലീറ്റ്ലി റെഫ്യൂജീസ് ആണ്, അഭയാർത്ഥികളാണ്. ഇവിടെ മുഗൾപുരയിലേക്ക് എത്തണമെങ്കിൽ 8 മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ റെഫ്യൂജീസ് ആണെങ്കിൽ അവർ ഈ പാർട്ടീഷൻ്റെ വയലൻസിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടിട്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. എന്നാൽ അവരുടെ യാത്രയുടെ ടൈമിൽ തന്നെ കുറേ പാസഞ്ചേഴ്സ് കില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇഞ്ചേർഡ് ആയിട്ടുണ്ട്, മിസ്സിംഗ് ആയിട്ടുണ്ട്. ഇനിയാണ് ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള സിറാജുദ്ദീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു എൽഡർലി മാൻ ആണ്. അവരിപ്പം എല്ലാവരും റെഫ്യൂജി ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടുന്ന് രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുകയാണ്. അദ്ദേഹം ചുറ്റും നോക്കുന്ന സമയത്ത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് ആ ഒരു ക്യാമ്പിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവ് ഈ ഒരു സിറ്റുവേഷനിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആകമൊത്തം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് വേർതിരിച്ചറിയാൻ സാധിക്കാതെ വെറുതെ മങ്ങിയ ആകാശം നോക്കിയിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്നൊരു കോൺഷ്യസ്നെസ് അദ്ദേഹത്തിന് വരുന്നുണ്ടാവുക. ഈ ഫയറിൻ്റെയും ഗൺഷോട്ടിൻ്റെയും തിക്കിൻ്റെയും തിരക്കിൻ്റെയും ട്രെയിൻ സ്റ്റേഷൻ്റെയും നൈറ്റിൻ്റെയും ഒക്കെ വിവിഡ് മെമ്മറീസിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് സക്കീന വരികയാണ്. സക്കീനയാണ് സിറാജുദ്ദീൻ്റെ മകൾ. അങ്ങനെ സക്കീൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റിട്ട് ആ ക്രൗഡിൻ്റെ ഉള്ളിലൂടെ അവളെ തിരഞ്ഞു പോവുകയാണ്. അങ്ങനെ സിറാജുദ്ദീൻ 3 മണിക്കൂറോളം ആ ക്യാമ്പ് ഫുള്ള് അവളെ പേര് വിളിച്ച് അവളെ സെർച്ച് ചെയ്തുകൊണ്ടെന്ന്. എന്നാൽ എവിടെയും അവളെ കണ്ടെത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകളാണ് ഈ സക്കീന. അവളൊരു ടീനേജറാണ്. ഇവിടെ ആ ഒരു ടൈമിൽ ആ ഒരു പ്രദേശം മുഴുവൻ കാതടപ്പിക്കുന്ന എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ അവിടെ ഉള്ളവരിൽ പലരും തൻ്റെ കുട്ടീനെയും അമ്മേനെയും മറ്റു ചിലരുടെ ഭാര്യനെയും മകളെയും ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ സിറാജുദ്ദീൻ്റെ സെയിം സിറ്റുവേഷനിലൂടെയാണ് അവിടെയുള്ള പലരും കടന്നു പോകുന്നത്. ഇവിടെ ശരിക്കും ഈ ഒരു പാർട്ടീഷൻ കാരണം ആളുകൾക്ക് തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുകയാണ്. കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലരാണെങ്കിലോ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത സിറ്റുവേഷനിലും. അങ്ങനെ സിറാജുദ്ദീൻ എവിടെയും അവളെ കണ്ടെത്താൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് എവിടെ വെച്ചിട്ടാണ് തനിക്ക് അവളെ നഷ്ടപ്പെട്ടതെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വികൃതമായിട്ടുള്ള ശരീരത്തിലാണ്. ഈ ഒരു വയലൻസിൽ പെട്ടിട്ട് ഭാര്യ മരിക്കാൻ കിടക്കുന്ന ആ ഒരു മൊമെൻ്റാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കൂടെ തൻ്റെ ഭാര്യയുടെ ധൈര്യം കൂടെ അവിടെ ഇല്ലാതാവുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അതോട് കൂടിയിട്ട് മുൻപോട്ടൊന്നും ഓർത്തെടുക്കാൻ അദ്ദേഹത്തിന് അവിടെ കഴിയുന്നില്ല. ഇവിടെ സക്കീനയുടെ മദർ മരിച്ചിട്ടുള്ളത് സിറാജുദ്ദീൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ്. ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത് സക്കീൻ എവിടെയാണെന്നുള്ളതാണ്. സക്കീനയുടെ മദർ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, എന്നെക്കുറിച്ച് നിങ്ങൾ വെറി ചെയ്യേണ്ട, സക്കീനയെ നോക്കിയാൽ മതി, അവളെ സേവ് ചെയ്താൽ മതി, അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള കാര്യമാണ്. എന്നാൽ അപ്പോഴൊക്കെ സക്കീന സിറാജുദ്ദീൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ 2 പേരും അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. ആ ഒരു ഓട്ടത്തിൽ അവളുടെ ദുപ്പട്ട വീണ് പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് സിറാജുദ്ദീൻ അതെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം സക്കീന പറഞ്ഞു അത് വേണ്ട, അത് വിട്ടേക്കൂന്ന്. എങ്കിൽ പോലും സിറാജുദ്ദീൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു.
ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഓർത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നോട്ടം പോയിട്ടുണ്ടായിരുന്നത് തൻ്റെ കോട്ടിലെ ബൾജ് നിൽക്കുന്ന പോക്കറ്റിലേക്കായിരുന്നു. അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ആ ഒരു പീസ് ഓഫ് ക്ലോത്ത് പുറത്തേക്ക് എടുത്തു. അത് ആ സെയിം ദുപ്പട്ടയായിരുന്നു. പക്ഷേ സക്കീന മാത്രമേ ഇവിടെ. അദ്ദേഹം അത് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ടയേർഡായിട്ടുള്ള മൈൻഡ് അതിനനുവദിക്കുന്നില്ല. ഇവിടെ സിറാജുദ്ദീൻ്റെ ഉള്ളിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു പോവാണ്. അവളെ സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ തന്നോടൊപ്പം ട്രെയിനിലുണ്ടായിരുന്നു. ഈ കലാപകാരികൾ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് അതിലേക്ക് ഇരച്ചു കയറിയ സമയത്ത് താൻ അൺകോൺഷ്യസ് ആയിരുന്നു. ആ ഒരു സമയത്താണ് അവളെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ സിറാജുദ്ദീൻ്റെ മനസ്സിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതിനൊന്നും ഉത്തരം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ സിമ്പതിയായിരുന്നു ആവശ്യം. എന്നാൽ ചുറ്റുമുള്ള ആളുകൾക്കും അത് തന്നെയായിരുന്നു ആവശ്യം. ഒന്ന് കരയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് പോലും സാധിക്കുന്നില്ല. കണ്ണുനീര് പോലും വറ്റിപ്പോയി. അങ്ങനെ 6 ദിവസങ്ങൾക്ക് ശേഷം സിറാജുദ്ദീന് തന്നെ കുറച്ചൊന്ന് മെൻ്റലി ഓക്കെ ആക്കാൻ കഴിഞ്ഞപ്പം അദ്ദേഹം തന്നെ സഹായിക്കാൻ വില്ലിങ് ആയിട്ടുള്ള കുറച്ച് പേരെ കണ്ടുമുട്ടി. ഇവിടെ സിറാജുദ്ദീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുൻപോട്ട് വന്നിട്ടുള്ള ആൾക്കാർ 8 യങ് മെന്നാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ വന്ന സമയത്ത് അത് ശരിക്കും സിറാജുദ്ദീൻ ഒരു ഹോപ്പാണ് കൊടുത്തത്. അവരെ സിറാജുദ്ദീൻ ഇവിടെ ബ്ലെസ് ചെയ്യുകയാണ്. കൂടാതെ സക്കീന എങ്ങനെയാണ് കാണാനെന്ന് അവർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. അവൾ ഫെയർ ആണെന്നും പ്രിറ്റി ആണെന്നും അവളുടെ അമ്മയെ പോലെയാണ്, തന്നെ പോലെ ആയിരുന്നില്ല എന്നും, അവൾക്ക് 17 വയസ്സാണെന്നും, കൂടാതെ അവൾക്ക് വലിയ കണ്ണുകളും ഡാർക്കായിട്ടുള്ള ഹെയറും ആണുള്ളതെന്നും, അവളുടെ വലത് കവിളിൽ മനോഹരമായിട്ടുള്ള ഒരു വലിയ മറുകുണ്ടെന്നും, അങ്ങനെ ഓരോരോ കാര്യങ്ങളും സക്കീനയെ കുറിച്ചുള്ളത് സിറാജുദ്ദീൻ അവരുടെ അടുത്ത് പറയാണ്. സിറാജുദ്ദീൻ്റെ ഒരേ ഒരു മകളാണ് സക്കീന. അദ്ദേഹം ഇവരുടെ അടുത്ത് അപേക്ഷിക്കുകയാണ് അവളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ അവളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ദയവായിട്ട് ശ്രമിക്കൂ, ഗോഡ് നിങ്ങളെ ബ്ലെസ് ചെയ്യുമെന്നാണ് സിറാജുദ്ദീൻ അവരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഈ യങ് വോളണ്ടിയേഴ്സ് സിറാജുദ്ദീൻ ഉറപ്പ് കൊടുക്കുകയാണ്, സക്കീന ജീവനോടെ ഉണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവളെ തങ്ങൾ കൊണ്ടുവരും, നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നൊരു പ്രോമിസ് സിറാജുദ്ദീന് കൊടുത്തിട്ട് ഇവർ അമൃത്സറിലേക്ക് ജീവൻ അപകടത്തിലാക്കിയിട്ട് പോവുകയാണ്. ഈ അമൃത്സറിൽ നിന്നാണല്ലോ സിറാജുദ്ദീൻ അടക്കം ഒരുപാട് പേര് മുഗൾപുരയിലേക്ക് എത്തിയത്. അപ്പം അവിടെ വെച്ച് സക്കീന മിസ്സായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷമാണെങ്കിൽ ഈ യങ് വോളണ്ടിയേഴ്സ് ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ട് പോകുന്നുണ്ടെങ്കിലും ഇവർക്ക് സക്കീനനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇവർ ഈ റെസ്ക്യൂ മിഷൻ്റെ ഭാഗമായിട്ട് അമൃത്സറിലൂടെ പോകുന്ന സമയത്ത് ചെഹ്രത്ത, അതൊരു പ്ലേസാണ്, അതിന് സമീപത്തുള്ള റോഡിലൂടെ ഒരു പെൺകുട്ടി പോകുന്നത് കാണുകയാണ്. ഇവിടെ ഈ പെൺകുട്ടിയാണെങ്കിൽ ഇവർ പോകുന്ന ഒരു ലോറിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടുകയാണ്. അവളാകെ പാനിക് ആവുകയാണ്. അപ്പം തന്നെ ഈ യങ് മെന്ന് ലോറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ അടുത്തേക്ക് ഓടി പോവാണ്. അങ്ങനെ ഇവളെ നോക്കുന്ന സമയത്ത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഇവള്. അതുപോലെ അവളുടെ വലത് കവിളിലാണെങ്കിൽ ഒരു കറുത്ത മാർഗ്ഗം ഉണ്ടായിരുന്നു. അതോട് കൂടിയിട്ട് അവർക്ക് ഉറപ്പായത് സക്കീന തന്നെയാണെന്ന്. ഇവിടെ അവൾ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുകയാണ്. അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നീ സക്കീനയാണോ എന്ന്. എന്നാൽ അവൾ അതിനൊരു ആൻസറും പറയുന്നില്ല. അപ്പം ഇവളെ ഓരോന്ന് പറഞ്ഞ് പിന്നെയും ആശ്വസിപ്പിച്ചിട്ട് അവളുടെ ഉള്ളിലുള്ള ആ ഒരു ഭയമൊക്കെ മാറ്റുന്നുണ്ട്. പിന്നീട് അവൾ ആ ഒരു ഭയമൊക്കെ മാറിയതിന് ശേഷം സമ്മതിക്കുന്നുണ്ട് താൻ സിറാജുദ്ദീൻ്റെ മകള് സക്കീന തന്നെയാണെന്ന്. പിന്നീട് അങ്ങോട്ട് നമ്മളിവിടെ കാണുന്നത് ഈ യങ് മെൻ അവർ ഓരോരുത്തരും സക്കീനനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അവൾക്ക് ഫുഡ് കൊടുക്കുന്നു, മിൽക്ക് കൊടുക്കുന്നു, അവളെ ലോറി കയറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരാളാണെങ്കിൽ അവൾക്ക് ദുപ്പട്ടില്ലാത്തതുകൊണ്ട് തന്നെ ജാക്കറ്റ് ഊരിയിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇവിടെ ഇവർ സക്കീനനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും സിറാജുദ്ദീന് സക്കീനനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭിക്കാതെ ദിവസങ്ങൾ പലതും ഇങ്ങനെ കടന്നു പോവുകയാണ്. അയാൾ തൻ്റെ ഓരോ ഡേയ്സും പല ക്യാമ്പുകളിലും ഓഫീസുകളിലും ഒക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് അവളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എവിടുന്നും അവളെ കണ്ടെത്താൻ മാത്രം സാധിച്ചില്ല. അവൾ ജീവനോടുണ്ടെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അവളെ കണ്ടെത്തുന്ന ഉറപ്പ് നൽകി പോയിട്ടുള്ള ആ വോളണ്ടിയേഴ്സിൻ്റെ സക്സസിനായിട്ട് അദ്ദേഹം രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കലാണ് സിറാജുദ്ദീൻ ക്യാമ്പിൽ ഈ വോളണ്ടിയേഴ്സിനെ കാണുന്നത്. അവർ ലോറിയിൽ ഇരിക്കുകയാണ്. അവർ ലോറി സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണെന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ സിറാജുദ്ദീൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. എന്നിട്ട് സക്കീനയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്, അവളെ കണ്ടെത്തിയെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇവരാണെങ്കിൽ എല്ലാവരും ഒരുപോലെ വീവിൽ ഞങ്ങൾ കണ്ടെത്തുന്നുള്ളൊരു ഉറപ്പ് സിറാജുദ്ദീന് കൊടുത്തിട്ട് അപ്പം തന്നെ അവിടുന്ന് പോവുകയാണ്. ഇവരിവിടെ സക്കീനനെ കണ്ടെത്തിയിട്ടുള്ള കാര്യമൊന്നും സിറാജുദ്ദീൻ എടുത്ത് പറയുന്നില്ല. അദ്ദേഹം ആണെങ്കിലും ഒന്നും അറിയാതെ അവരുടെ സക്സസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ഭാരം കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ സിറാജുദ്ദീൻ എന്തൊക്കെയോ ബഹളങ്ങൾ കേട്ടിട്ട് ചുറ്റും നോക്കുന്ന സമയത്ത് 4 പേര് ചേർന്നിട്ട് ഒരു സ്ട്രക്ചർ കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച സമയത്ത് മനസ്സിലായി ഈ ട്രെയിൻ ട്രാക്കിൽ നിന്ന് ഒരു പെൺകുട്ടീനെ അബോധാവസ്ഥയിൽ കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടീനെയാണ് ഇപ്പം സ്ട്രക്ചറിൽ കൊണ്ടുപോയിട്ടുള്ളതെന്ന്. അങ്ങനെ സിറാജുദ്ദീൻ അവരെ ഫോളോ ചെയ്യാണ്. ഇവർ ഈ പെൺകുട്ടീനെ ആ ഹോസ്പിറ്റലാക്കിയതിന് ശേഷം തിരിച്ചു പോവുകയാണ്. സിറാജുദ്ദീൻ കുറച്ച് സമയം പുറത്ത് നിന്നതിന് ശേഷം പിന്നീട് ഈ ഹോസ്പിറ്റലിലേക്ക് കയറിയിട്ട് ആ പെൺകുട്ടീനെ കിടത്തിയിട്ടുള്ള റൂമിലേക്ക് ചെല്ലാണ്. അങ്ങനെ ആ റൂമിലെത്തുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ കാണാൻ പറ്റുന്നത് ആ ഒരു സ്ട്രക്ചർ മാത്രമാണ്. പെട്ടെന്നാണ് അവിടുത്തെ ലൈറ്റ് തെളിഞ്ഞത്. അതോടുകൂടിയിട്ട് സിറാജുദ്ദീൻ സക്കീന എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ്. അവിടെ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ മുഖത്തുള്ള ആ ഒരു മറുക് നോക്കിയിട്ട് അയാൾ നിലവിളിക്കുകയാണ്. ഇവിടെ സക്കീനനെയാണ് ആളുകൾക്ക് ആ ഒരു ട്രെയിൻ ട്രാക്കിൽ നിന്ന് അൺകോൺഷ്യസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അവിടെ ഇപ്പം ആ ഒരു റൂമിൻ്റെ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടറാണ്. ഇത് കാണുന്ന സമയത്ത് ഡോക്ടർ സിറാജുദ്ദീനോട് ചോദിക്കുകയാണ് എന്താണ് ഇതൊക്കെയെന്ന്. അങ്ങനെ സിറാജുദ്ദീൻ എങ്ങനെയൊക്കെയോ വാക്കുകൾ ചേർത്ത് വെച്ചിട്ട് പറയാണ് താൻ അവളുടെ ഫാദറാണെന്ന്. അങ്ങനെ ഡോക്ടർ ഇവിടെ സക്കീനനെ ചെക്ക് ചെയ്യാണ്. അതിനുശേഷം സിറാജുദ്ദീനോട് വിൻഡോ ചൂണ്ടിയിട്ട് ഓപ്പൺ ഇറ്റ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പം തന്നെ ഈ സ്ട്രക്ചറിൽ കിടക്കുന്ന സക്കീനയുടെ ബോഡി ഒന്ന് ഇളകാണ്. അവൾ ജീവനില്ലാത്ത കൈകൊണ്ട് അവളുടെ വേസ്റ്റ് ബാൻഡിൻ്റെ കെട്ട് മെല്ലെ അയച്ചിട്ട് അവളുടെ സൽവാർ താഴ്ത്തുകയാണ്. ഇവിടെ ഈ ഒരു ലൈൻസിലൂടെ പറയുന്നത് സക്കീന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടി ഇവിടെ ഒരു ട്രോമറ്റൈസ്ഡ് സ്റ്റേറ്റിലാണ്. ഇവിടെ ഓപ്പൺ ഇറ്റ് എന്ന് പറയുന്ന സമയത്ത് അത് ഇനിയൊരു സെക്ഷൽ ആക്റ്റിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ആണെന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് അവൾ അവളുടെ സൽവാർ ഇവിടെ താഴ്ത്തുന്നത്. എന്നാൽ ഇവിടെ ഈ കാര്യങ്ങളൊന്നും സിറാജുദ്ദീന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ആണെങ്കിൽ തൻ്റെ മകൾ ജീവിച്ചിരിപ്പണെന്നുള്ളൊരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. എന്നാൽ ഡോക്ടറാണെങ്കിലോ ഇതെല്ലാം കണ്ടിട്ട് ആകെ തണുത്ത് വീർത്തൊരവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നത്. ഇനി ഒരു സ്റ്റോറിയുടെ ചെറിയൊരു അനാലിസിസ് നോക്കാം. ഈ ഒരു സ്റ്റോറി ഇന്ത്യൻ പാർട്ടീഷന് ശേഷമുള്ള വ്യാപകമായിട്ടുള്ള അക്രമവും കൊലപാതകവും ഡിസ്പ്ലേസ്മെൻറ്റും ഫാമിലീസിൻ്റെ ഡിസ്ട്രക്ഷനും എല്ലാമാണ് കാണിക്കുന്നത്. എന്നാൽ പോലും മാൻഡോ ഈ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലൂടെ പാർട്ടീഷൻ്റെ ബ്രൂട്ടാലിറ്റി മാത്രമല്ല ഹൈലൈറ്റ് ചെയ്യുന്നത്, ഓൾസോ ആളുകൾ അനുഭവിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ ട്രോമ കൂടിയാണ്. ഈ ഒരു സ്റ്റോറിയിൽ സിറാജുദ്ദീനും സക്കീനയും സക്കീനയുടെ അമ്മയും എല്ലാം കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ടൈമിൽ ഒത്തിരി പേര് കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ കൂടിയാണ്. ഇവിടെ സക്കീനയുടെ അമ്മ മരിച്ചു പോയതുപോലെ ഒത്തിരി പേരൊന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. സിറാജുദ്ദീൻ കടന്നു പോയിട്ടുള്ള മെൻ്റൽ സ്ട്രഗിളിലൂടെ വേറെ കുറേ പേര് കടന്നു പോയിട്ടുണ്ടായിരുന്നു. സക്കീന ഫേസ് ചെയ്തതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് വേറെ കുറേ സ്ത്രീകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മാൻഡോ ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന തോട്ട്സും ഇമോഷൻസും എല്ലാം നല്ല ഡീപ്പായിട്ട് തന്നെ ഇവിടെ പോർട്രേ ചെയ്യുന്നുണ്ട്. ഇവിടെ സിറാജുദ്ദീൻ തൻ്റെ മകളെ സെർച്ച് ചെയ്തിട്ട് അവളെ കണ്ടെത്തും വരെ അനുഭവിച്ചിട്ടുള്ള മാനസിക സംഘർഷം എന്ന് പറയുന്നത് അത്രത്തോളായിരുന്നു. ഡെസ്പറേഷൻ ടു ഹോപ്പ്, ഹോപ്പ് ടു ഡെസ്പറേഷൻ, ഈ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മൈൻഡ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ സിറാജുദ്ദീൻ ഓരോ തവണയും പ്രതീക്ഷ കൈവിടാതെയായിരുന്നു അവളെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം അവളെ കണ്ടെത്താനാകാതെ നിരാശിച്ചെന്ന അവസാനത്തെ സമയത്തും അദ്ദേഹം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഈ വോളണ്ടിയേഴ്സ് അവളെ കണ്ടെത്തും എന്നുള്ള ഒരു പ്രോമിസ് സിറാജുദ്ദീന് കൊടുക്കുന്ന സമയത്ത് അത്രത്തോളം പ്രതീക്ഷ ഉള്ളിൽ നിറച്ചിട്ട് പ്രാർത്ഥനയോടെ അദ്ദേഹം കാത്തിരിക്കുകയാണ്. എന്നാൽ അവളെ കണ്ടെത്താനായില്ല എന്നവർ വന്ന് പറയുന്ന സമയത്ത് നിരാശയിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവർ എഗെയിൻ കണ്ടെത്തും എന്നുള്ളൊരു പ്രോമിസ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു നിരാശ മാറി അവിടെ പ്രതീക്ഷ നിറയാണ്. കൂടെ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സിറാജുദ്ദീൻ അവളെ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താൻ കഴിയാത്ത സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അത് ഡെസ്പറേഷനിലേക്ക് മാത്രമല്ല ലീഡ് ചെയ്യുന്നത്, ഫിയറിലേക്കും ആൻസൈറ്റിയിലേക്കും കൂടിയാണ്. ഇതുകൂടാതെ ഗിൽട്ടും ഹെൽപ്ലെസ്നെസ്സും കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. തൻ്റെ മകളെ രക്ഷിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഗിൽട്ടും കൂടാതെ ഒന്നും അവൾക്കായിട്ട് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ ഹെൽപ്ലെസ്നെസ്സും. ഇവിടെ അവളെ അവസാനം കണ്ടെത്തുന്ന ടൈമിലാണെങ്കിൽ തന്നെ സിറാജുദ്ദീന് തൻ്റെ മകളുടെ ആക്ച്വൽ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടെ സാധിക്കുന്നില്ല. അത്രയും നാൾ സംഘർഷം നിറഞ്ഞ് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് അവളെ ജീവനോട് അവിടെ കാണുന്ന ടൈമിൽ ഹാപ്പി ആവുകയാണ്. ആ ഒരു ടൈമിൽ മറ്റൊന്നിനെക്കുറിച്ചും കടന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇവിടെ സക്കീനയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടറിലൂടെ മാൻഡോ ആ ഒരു ടൈമിൽ സ്ത്രീകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് കാണിക്കുന്നത്. സക്കീനയെ പോലുള്ള സ്ത്രീകൾ എങ്ങനെയാണ് സെക്ഷൽ വയലൻസിന് വിക്ടിംസ് ആവുന്നതെന്ന് ഇവിടെ കാണിക്കുകയാണ്. ഇവിടെ ഈ സ്റ്റോറിയുടെ എൻഡ് തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഓപ്പൺ ഇറ്റ് എന്ന് പറയുന്ന സമയത്ത് സക്കീന റിയാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു രീതി അത് തന്നെ കാണിച്ചു തരുന്നുണ്ട് എത്രത്തോളം വേഴ്സായ സിറ്റുവേഷനിലൂടെയാണ് അവൾ കടന്നു പോയതെന്ന്. ഇവിടെ സക്കീനനെ അബ്യൂസ് ചെയ്തത് ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അത് ആ വോളണ്ടിയേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. കാരണം ഈ വോളണ്ടിയേഴ്സ് അവളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം അവളെ സ്നേഹത്തോടെ അവരുടെ ലോറിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് സിറാജുദ്ദീൻ വന്നിട്ട് അവരുടെ അടുത്ത് അവളെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അവളെ കണ്ടെത്തിയിട്ടുള്ള കാര്യമൊന്നും ഇവർ സിറാജുദ്ദീനോട് പറയുന്നില്ല. ഞങ്ങൾ കണ്ടെത്തുന്നവരെല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടുന്ന് പോവുകയാണ്. അതേ ഡേ തന്നെയാണ് അവളെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടുന്നതും. ഇവിടെ സക്കീനത്തിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയും കൂടെ അമ്മ മരിച്ചിട്ടുള്ള പെയിനും ഫാദറിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള പെയിനും അങ്ങനെ എല്ലാം സഫർ ചെയ്തിട്ട് ഒരു ട്രോമയിലൂടെയാണ് ഇപ്പോൾ അവൾ കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു സ്റ്റോറിയിലൂടെ മാൻഡോ പാർട്ടീഷൻ്റെ പെയിനും സഫറിങ്സും സൈക്കോളജിക്കൽ ട്രോമയും എല്ലാമാണ് കാണിക്കുന്നത്.